എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 70-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 70. മൃണാളി മൃദ്വിനാം തവ ഭുജലതാനാം ച തസൃണാം ചതുർഭി സൗന്ദര്യം സരസിജഭവസ്തൗതി വദനൈ നഖേഭ്യ സന്ത്രസ്യൻ പ്രഥമ മഥനാന്തകരിപോ ചതുർണാം ശീർഷാണാം സമമഭയ ഹസ്താർപ്പണ ധിയ. എന്നൂടെ പറയാം. മൃണാളി മൃദ്വിനാം തവ ഭുജലതാനാം ച തസൃണാം ചതുർഭി സൗന്ദര്യം സരസിജഭവ സ്തൗതി വദനൈ നഖേഭ്യ സന്ത്രസ്യൻ പ്രഥമ മഥനാത് അന്തകരിപോ ചതുർണാം ശീർഷാണാം സമം അഭയ ഹസ്താം അർപ്പണ ധിയ. അല്ലയോ മഹാദേവി, പണ്ട് പരമശിവൻ ബ്രഹ്മദേവൻ്റെ 5-ാമത്തെ ശിരസിനെ പിച്ചിയെടുത്തു. അപ്പോൾ പരമശിവൻ്റെ നഖങ്ങളെ ഭയപ്പെട്ട് മറ്റ് 4 ശിരസുകൾക്കും അഭയം തരണമേ എന്ന ആഗ്രഹത്തോടു കൂടി താമര വളയങ്ങൾ പോലെ അതിമാർദ്ദവമുള്ള നിന്തിരുവടിയുടെ ദേവിയുടെ 4 ഭുജലതകളുടെയും സൗന്ദര്യത്തെ 4 മുഖങ്ങളെ കൊണ്ടും ഏകകാലത്തിൽ സ്തുതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലയോ മഹാദേവി, പണ്ട് ബ്രഹ്മദേവൻ പൂർവ്വകാലത്ത് ബ്രഹ്മദേവന് 5 തലയായിരുന്നു. ആ 5 തല 5-ാമത്തെ തല കൊണ്ട് ബ്രഹ്മദേവൻ ഒരു കള്ളം പറഞ്ഞു. അങ്ങനെ ആ കള്ളം പറഞ്ഞതുകൊണ്ട് പരമശിവൻ എന്ത് ചെയ്തു? പരമശിവൻ തൻ്റെ നഖങ്ങൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു തലയങ്ങ് മാറ്റി, തലയങ്ങ് പിച്ചിയെടുത്തു. അപ്പം പരമശിവൻ്റെ നഖത്തെ പേടിയാണ് ബ്രഹ്മാവിന്. അപ്പോൾ പിന്നെ ബാക്കി 4 ശിരസുകളേ ഉള്ളൂ. ഇനി അതിനെങ്കിലും ആപത്തൊന്നും സംഭവിക്കരുതേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ദേവിയോട് പറയുകയാണ്, ദേവിയുടെ താമര വളയങ്ങൾ പോലെയുള്ള അതിമാർദ്ദവമുള്ള നിന്തിരുവടിയുടെ 4 ഭുജലതകളുടെയും 4 കൈകൊണ്ട് എൻ്റെ 4 തലകളെയും കാത്തുരക്ഷിക്കണമേ എന്ന് പറയുകയാണ് ബ്രഹ്മാവിവിടെ. അല്ലയോ മഹാദേവി, പരമശിവൻ എൻ്റെ 5-ാമത്തെ ശിരസിനെ പിച്ചിയെടുത്തു. അപ്പോൾ നഖങ്ങളെ പേടിയാണ്. പരമശിവൻ്റെ നഖങ്ങളെ കൊണ്ടാണ് ആ ശിരസ്, ഒരു ശിരസ് 5-ാമത്തെ ശിരസ് പിച്ചിയെടുത്തത്, നുള്ളിയെടുത്തത്. അപ്പോൾ ഇനിയും ബാക്കി 4 ശിരസിനും 4 തലകൾക്കും ആപത്തൊന്നും പറ്റാതിരിക്കാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ദേവിയുടെ താമര വളയങ്ങൾ പോലെ അതിമാർദ്ദവമുള്ള ആ കൈകൾ കൊണ്ട് എൻ്റെ 4 തലകളെയും കാത്തു രക്ഷിക്കണേ. അപ്പോൾ ആ 4 കൈകളെയും ബ്രഹ്മാവാണ് ഒരേ കാലത്ത് പ്രാർത്ഥിക്കാൻ, ദേവിയെ സ്തുതിക്കാൻ, ദേവിയുടെ 4 കരങ്ങളെയും സ്തുതിക്കാൻ ബ്രഹ്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ബ്രഹ്മാവാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ 4 തലകളെയും കാത്തുകൊള്ളണമേ, എൻ്റെ 4 തലകൾക്കും അഭയം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ മഹാദേവി, എൻ്റെ 4 ശിരസുകൾക്കും യാതൊരു ആപത്തും വരുത്തരുതേ. ഞാൻ അങ്ങയുടെ 4 കൈകൾ കൊണ്ടും ദേവിയുടെ 4 കൈകൾ കൊണ്ടും എൻ്റെ എൻ്റെ തലകളെ കാത്തുകൊള്ളണേ. ഞാൻ അഭയത്തിന് വന്നതാണ്. എൻ്റെ ശിരസുകൾക്ക് അഭയം വേണം. എൻ്റെ ശിരസുകൾക്ക് അഭയഹസ്താർപ്പണം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് താമര വളയങ്ങൾ പോലെയുള്ള അതിമാർദ്ദവമുള്ള ദേവിയുടെ 4 കൈകളെയും 4 കൈകളുടെ സൗന്ദര്യത്തെയും 4 മുഖങ്ങളെ കൊണ്ട് ഒരേ കാലത്ത് സ്തുതി ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രഹ്മാവാണ് ദേവിയുടെ 4 കരങ്ങളെ സ്തുതിക്കുന്നത്. കാരണം ദേവിയുടെ കൈകളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കൈകളുടെയും സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ 4 കൈകൾ വള്ളിച്ചെടികൾ പോലെ ആണ്. അതുപോലെ താമര വളയങ്ങൾ പോലെ അതിമാർദ്ദവമുള്ള
നല്ല സുന്ദരമായ 4 കൈകളുടെയും സൗന്ദര്യത്തെ ഇവിടെ ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. കാരണം ബ്രഹ്മാവ് എന്തിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത്? തൻ്റെ 4 ശിരസ്സുകൾക്കും അഭയം വേണം, അതിനു വേണ്ടിയാണ്. അപ്പം ദേവിയുടെ സൗന്ദര്യത്തെ 4 മുഖങ്ങളെ കൊണ്ടും ഒരേപോലെ ഒരേ കാലത്തിൽ സ്തുതിക്കുന്നു. അപ്പം 4 ഭുജങ്ങളെയും ഏകകാലത്തിൽ സ്തുതിക്കുന്നതിന് ചതുർമുഖനായ ബ്രഹ്മാവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം എന്താ പറഞ്ഞ് 4 ശിരസ്സുകൾക്കും പണ്ടുണ്ടായ അനുഭവം ഉണ്ടാകരുത് എന്നതിന് വേണ്ടിയാണ് ദേവിയുടെ 4 കരങ്ങളെയും 4 ഭുജങ്ങളെയും ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. മൃണാളി മൃദ്വിനാം തപ ഭുജലതാനാം ച തസൃണാം ചതുർഭി സൗന്ദര്യം സരസിജ പവസ്തൗതിപദനൈ നഖേഭ്യ സന്ദ്രസ്യൻ പ്രഥമ മഥനാന്തകരിപോ ചതുർണാം ശീർഷാണാം സമമഭയ ഹസ്താർപ്പണധിയ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.